കാസർഗോഡ് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. 2018 മുതൽ 20-ലധികം വീടുകളാണ് പ്രദേശത്ത് ഇതിനകം കടലെടുത്തത്. നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. കടലെടുത്ത വീടുകളുടെയും കിണറുകളുടെയും ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കടലിൽ കാണാം. 2018 മുതൽ ഉപ്പള മുസോഡി കടപ്പുറത്ത് നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളാണ് വീടൊഴിഞ്ഞു പോയത്. ഇപ്പോൾ കാണുന്ന ജുമാ മസ്ജിദ് പണ്ട് ഏതാണ്ട് 60 മീറ്ററോളം അകലെ കടലിലായിരുന്നു. അതിനുശേഷം 2021 നിർമ്മിച്ചതാണ് പുതിയ പള്ളി. പള്ളിയുടെ ചുമരിലും ആഞ്ഞടിച്ച് കൂറ്റൻ തിരമാലകൾ എത്തിക്കഴിഞ്ഞു. ശാസ്ത്രീയമായി കടലാക്രമണത്തെ ചെറുക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നതും നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും കാരണം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് പണം ചെലവാക്കൽ പദ്ധതികളായി മാത്രം നടപ്പിലാക്കുന്നത്. ഇതൊന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനുള്ളവയല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണങ്ങൾ. സമീപത്തെ മഞ്ചേശ്വരം ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അശാസ്ത്രീയമായ പുലിമുട്ടും ഈ പ്രദേശത്ത് കടലേറ്റം രൂക്ഷമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ഏജൻസികളുടെ സഹായത്തോടെ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും വർഷകാലത്ത് കടൽക്ഷോഭം രൂക്ഷമായ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള കടലോര മേഖലകളെ സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. 80 കിലോമീറ്റർ തീരദേശമുള്ള സംസ്ഥാനത്തെ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പ് നാമമാത്രമായ തുക വീട് നിർമ്മിക്കാൻ നൽകുന്നതും കുടുംബങ്ങൾ അപകട മേഖലയിൽ നിന്ന് ഒഴിയാൻ വിസമ്മതിക്കുന്നതിനും കാരണമാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.